2025 എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ടൂൾസ്, ബേസിക് ടൂൾസ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങോട്ട് അക്കാദമിക്സ് പഠിക്കാനായാലും പിന്നെ അങ്ങോട്ട് ഇന്റേൺഷിപ്പോ പ്ലേസ്മെന്റോ നോക്കുമ്പോഴായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ അത് കഴിയുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ബേസിക് നിങ്ങളുടെ ജോലി സാധ്യത ഇമ്പ്രൂവ് ചെയ്യാൻ ഇതിന് സാധിക്കും. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിനും ഇതുപോലുള്ള ലേറ്റസ്റ്റ് വാർത്തകൾക്കും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കമന്റ് എഴുതി അറിയിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഏതൊക്കെയാണ് ആ ടോപ്പ് 10 ടൂൾസ്? ഇതെന്ന് പറയുന്നത് നമ്മുടെ കരിയർ വികസിപ്പിക്കാനും പ്രൊഫഷണൽ ആയിട്ട് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനും കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു അപ്പർ ഹാൻഡ് കിട്ടാനുമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിലൊന്നാമത്തത് മറ്റൊന്നുമല്ല, സർവമയം എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ. നിങ്ങളിനി ഏത് ജോലി, അതിനി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, എവിടെ പോയാലും നിങ്ങൾക്ക് എക്സൽ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി തിങ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എക്സലിന്റെ അഡ്വാൻസ്ഡ് അല്ല ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ബേസിക് എങ്കിലും അതിന്റെ കുറച്ച് ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതെല്ലാം പഠിച്ച് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇഫ് യു ആർ എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്. നെക്സ്റ്റ് ഒന്ന് സി പ്രോഗ്രാമിങ്ങും പൈത്തണും പോലുള്ള ലാംഗ്വേജിന്റെ ബേസിക്സ് ആണ്. അതായത് നിങ്ങൾ കൂടുതൽ അറിയണമെന്നില്ല, പക്ഷെ ആ ഒരു ലാംഗ്വേജിന്റെ ബേസിക്സും കുറച്ച് നമ്മൾ കൊടുക്കേണ്ട കമാൻഡും അതിന്റെ ഒക്കെ ജസ്റ്റ് ബേസിക് വെർഷൻ ഈ ഏത് ബ്രാഞ്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഇപ്പോൾ സിവിൽ ആണെങ്കിൽ അങ്ങനെ മെക്കാനിക്കൽ ആണെങ്കിലും ഇത്തരത്തിലുള്ള ചില ജോബിന് കൂടി അപ്ലൈ ചെയ്യാനും പ്ലേസ്മെന്റിന് ഇരിക്കാനും അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാനും പറ്റും എന്നുള്ള ഒരു ബെനിഫിറ്റ്, ഒരു അപ്പർ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മറ്റൊന്ന് ഓട്ടോ ക്യാഡാണ്. ഈ ഓട്ടോ ക്യാഡ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് 3 ബ്രാഞ്ചുകാർക്കാണ്. ഒന്ന് സിവിൽ, പിന്നെ മെക്കാനിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ. മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനൊക്കെ വേറെ സോഫ്റ്റ്വെയർ ഉണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓട്ടോക്യാഡ് 2D 3D ഒക്കെ പല കമ്പനികളിലും അല്ലെങ്കിൽ പല MNCകളിലും ഇപ്പോൾ അവർ അഡാപ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ ഗോയിങ് ടു എ ഡിസൈൻ ഫീൽഡ്, ഓട്ടോക്യാഡ് 3D പോലുള്ള സോഫ്റ്റ്വെയർസ് അറിഞ്ഞിരിക്കുന്നത് 100% നല്ലതായിരിക്കും എന്ന് പറയും. അപ്പോൾ ഞാൻ പൈത്തൺ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെയും ബേസിക്സ് അറിയണം. അടുത്തതായി സോളിഡ് വർക്ക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടൂളാണ്. ഇവിടെയും ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ 3D പ്രിന്റിംഗ് ഒക്കെ കാലമാണ്. എല്ലാ ഇതിലും ഇത്തരത്തിൽ സോഫ്റ്റ്വെയറിന്റെ കടന്നുകയറ്റമുണ്ട്. ഇപ്പോൾ സോളിഡ് വർക്ക്സ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ജസ്റ്റ് പഠിച്ചു തുടങ്ങുക. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. വീണ്ടും നമ്മൾ അടുത്തത് മൈക്രോസോഫ്റ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട ടൂൾസ്. ഒന്ന് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഓരോ സെമിനാറിനും ഓരോ പ്രോജക്റ്റിനൊക്കെ PPT ഒക്കെ ഉണ്ടാക്കാൻ വരും. അപ്പോൾ പവർ പോയിന്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. മറ്റ് ടൂൾസിനേക്കാളും ഒക്കെ കുറച്ചുകൂടി നമുക്ക് ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള, കമ്പനി ലെവലിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ് പവർ പോയിന്റ്. അതോടൊപ്പം തന്നെ ടീംസ്. നമ്മൾ ഇനി ഗൂഗിൾ മീറ്റ്, സൂമും അല്ല, കുറച്ചുകൂടി പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ ടീംസ് കൈകാര്യം ചെയ്യാനും അതിലൂടെ നമുക്ക് മീറ്റിംഗ്സ് നടത്താനും അതിന്റെ സെറ്റിംഗ്സും എല്ലാം നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കണം. ഇനി അങ്ങോട്ട് നിങ്ങളൊരു പ്ലേസ്മെന്റ് വഴി ജോലിയാണ് നോക്കുന്നതെങ്കിൽ ടീംസ് വളരെ ഉപകാരപ്പെടും. അതോടൊപ്പം ലിങ്ക്ഡിൻ. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, വേറെ പലതിലും നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ 100% ഹെൽപ്പ് ചെയ്യും. അതിൽ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള നേട്ടങ്ങളും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് മാർക്കുകളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊന്ന് ChatGPT ആണ്. ഇത് കാണുന്ന പലർക്കും ChatGPTയെ കുറിച്ച് ഒരു ഏകദേശ ധാരണയും ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് മൈക്രോസോഫ്റ്റിന്റെ തന്നെ വേർഡ് ആണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള PDF ഡോക്യുമെന്റുകൾ അത് എഡിറ്റ് ചെയ്യാനും അത്തരത്തിൽ നോട്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് ഒരു മൈക്രോസോഫ്റ്റിന്റെ തന്നെ. സോ ഇതാണ് ഗൈസ് ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ഇൻ കേസ് ഇത് ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അസിസ്റ്റൻസോ ഹെൽപ്പോ വേണമെങ്കിൽ മെസ്സേജ് അയക്കാനും മടിക്കേണ്ട. തൽക്കാലം നിർത്തുന്നു.